ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങളെ യെനപ്പോയ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ. 22 സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫസ്റ്റ് എക്സാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നിങ്ങളുടെ ബാക്കി സിസ്റ്റം റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇമെയിൽ ത്രൂ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഇമെയിൽസ് റെഗുലർലി ചെക്ക് ചെയ്യുക. കാരണം അതിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവർ കമ്മ്യൂണിക്കേഷനൊക്കെ തരുന്നത്. അപ്പോൾ അവിടെ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മളുടെ നോളേജിൽ വെച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ആര് കൺഫേം ചെയ്യും? യൂണിവേഴ്സിറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ഇപ്പോൾ ഇത് നമ്മൾ പാസ്റ്റത്തെയും അതേപോലെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽസ് ചെക്ക് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവർ പറഞ്ഞു തരും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് ഈ വീഡിയോയിൽ നോക്കാം. എക്സാം സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ എക്സാം സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എക്സ്റ്റേണൽ മാർക്സും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ഇന്റേണൽ മാർക്സും ഉണ്ട്. അപ്പോൾ ഈ ഇന്റേണൽ മാർക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് കണ്ടിന്യൂസ് അസസ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ. 3 കണ്ടിന്യൂസ് അസസ്മെന്റ് ഉണ്ടായിരുന്നു. ഓരോ സബ്ജക്റ്റിനും 3 കണ്ടിന്യൂസ് അസസ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം. അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മാർക്കാണ് അവർ എന്ത് കൺസിഡർ ചെയ്യുക, ഇതിലേക്ക് കൺസിഡർ ചെയ്യുക. അതിന് വെയിറ്റേജ് വരുന്നത് 30% ആണ്. എന്ന് വെച്ചാൽ 100 മാർക്സിൻ്റെ 30 മാർക്സ് ആണ് എന്ത് വരുന്നത്, ഇന്റേണൽ മാർക്സ് വരുന്നത്. ബാക്കി 70 മാർക്സ് ഒബിയസ്ലി നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന ഈ എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഉണ്ടല്ലോ, ഈ എൻ ടേം എക്സാമിനേഷൻ, അതാണ് 70% വരുന്നത്. അങ്ങനെ ടോട്ടൽ 100 മാർക്സിൻ്റെ ഒരു എക്സാം ആണ് വരുന്നത്. ഇനി 70 മാർക്സിൻ്റെ എക്സാം എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ്, അതിൽ എത്ര സെക്ഷൻ ഉണ്ട് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 2 സെക്ഷനാണ് ബേസിക്കലി ഉള്ളത്. സെക്ഷൻ എയും ഉണ്ട്, അതേപോലെ തന്നെ സെക്ഷൻ ബിയും ഉണ്ട്. സെക്ഷൻ എ എന്ന് പറയുമ്പോൾ അവിടെ 50 ക്വസ്റ്റ്യൻ ഉണ്ട്. 50 MCQ ക്വസ്റ്റ്യൻ. എല്ലാത്തിനും എത്ര മാർക്കാണ്? 1 മാർക്കാണ്. അങ്ങനെ മൊത്തത്തിൽ 50 മാർക്ക്. ഇത് നിങ്ങൾ നിങ്ങളുടെ LMSൽ തന്നെ എവിടെയാണോ എക്സാം എഴുതുന്നത് അവിടെ തന്നെ അറ്റൻഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ 50 മൾട്ടിപ്പിൾ ചോയ്സ് 1 മാർക്ക് വെച്ച് 50 മാർക്ക്. ഇനി സെക്ഷൻ ബി നോക്കുകയാണെങ്കിൽ അതിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 4 മെയിൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സിനാരിയോ ഒക്കെ പോലെ ഉണ്ടാവും. ആ 4 സിനാരിയോന്റെ അണ്ടറിൽ 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 2 സബ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാം. ഈ ഓർ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യണം. 2 സബ് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് അങ്ങനെ 4 മെയിൻ സിനാരിയോയിൽ ഓരോരോ ക്വസ്റ്റ്യൻ വെച്ച് 4 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ, 4 ആൻസേഴ്സ് ആണ് നിങ്ങൾ ബേസിക്കലി കൊടുക്കേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് കിട്ടുക? 5 മാർക്ക് കിട്ടും. അങ്ങനെ 4 × 5 മാർക്ക് എത്ര മാർക്ക് കിട്ടും? 20 മാർക്കാണ് സെക്ഷൻ ബിയിൽ നിന്ന് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. ഇനി എങ്ങനെയാണ് സാറേ LMSൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണോ, എങ്ങനെയാണ് ഞാൻ ഈ എക്സാം എഴുതേണ്ടത്? അങ്ങനെ അല്ല, ടൈപ്പ് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ LMSൽ കയറി കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവസാനം ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. ആ ടെംപ്ലേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ ഒരു പേജ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ടല്ലോ. അപ്പോൾ 4 പേജൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടി വരും. ഓരോ സബ്ജക്റ്റിനും ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് എക്സാം ചെയ്യേണ്ടത്. ഇനി ഇത് എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി സേഫ് ആവാൻ വേണ്ടി 4 പേജൊന്നും അല്ല, ചിലപ്പോൾ ഒരു 5-6 പേജ് എടുത്ത് വെച്ചോ. ആ സമയത്ത് ഇനി പേജ് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കംപ്ലൈൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൽ നമ്മൾ ഹാൻഡ് റിട്ടൺ ചെയ്ത് ഫോണിൽ എന്ത് ചെയ്യണം, ഫോട്ടോ ഇടണം. അതിന് ഫോൺ യൂസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഫോട്ടോ എടുത്ത് അത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു LMSലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നിങ്ങൾ സെക്ഷൻ ബിയിൽ ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് പാസ്സാവുക എന്ന് നോക്കാം. എത്ര മാർക്ക് കിട്ടണം, ഇനിയിപ്പോൾ ഇതൊക്കെ മനസ്സിലായി. ഇനി എത്ര മാർക്ക് കിട്ടണം ഇത് പാസ്സാവാൻ വേണ്ടിയിട്ട്? ഈ എക്സ്റ്റേണൽ എക്സാമിനേഷനിൽ ഒരു സ്റ്റുഡൻറ്റ് മിനിമം 25 മാർക്സെങ്കിലും കിട്ടണം. എന്ന് വെച്ചാൽ ആ MCQൻ്റെ പകുതി മാർക്ക് എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, എൻ ടേം എക്സാമിനേഷനിൽ പാസ്സായി. മിനിമം എത്ര മാർക്കും കിട്ടണം, 40 മാർക്സും കിട്ടണം. ടോട്ടൽ നോക്കുമ്പോൾ ഇൻറ്റേർണലും അതേപോലെ എക്സ്റ്റേണലും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര മാർക്ക് കിട്ടണം, 40 മാർക്സ് കിട്ടണം. അപ്പോൾ അങ്ങനെ 40 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എന്തായി, ക്ലിയർ ആയി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം അത് മനസ്സിലായില്ലേ. ഇനി എക്സാം ഷെഡ്യൂൾ എങ്ങനെയൊക്കെ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഇവിടെ ഉണ്ട്, ഇംഗ്ലീഷ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 22 മാർച്ചിന് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഇപ്പോൾ എനപ്പോയിലൊക്കെ നമുക്ക് നമ്മുടെ ഇവിടെ പഠിച്ചു പോയ
നമ്മുടെ ACCയിൽ പഠിച്ചു പോയ സബ്ജക്ട്സ് ആണ് ഉള്ളത് അല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ വേറെ ഏതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബിസിനസ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ BT ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് സെയിം സംഭവം തന്നെയാണ്, അതുണ്ട്. അതേപോലെ തന്നെ പിന്നെ ബിസിനസ് മാനേജ്മെൻറ്റ്, അവിടെ ACC എന്ന രീതിക്ക് നോക്കേണ്ട, മിസ്റ്റേക്കാണ്. ഓക്കെ, അതല്ലാതെ ഈ 3 സബ്ജക്ട്സും എന്താണ് ACCയിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോയ സബ്ജക്ട്സ് ആണ്. അപ്പോൾ അത് അത്രയും ടഫ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരിക, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ കിറ്റൊക്കെ നോക്കി ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബിസിനസ് മാത്തമാറ്റിക്സും ബിസിനസ് മാനേജ്മെൻറ്റും ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി അമിറ്റീൻ്റെ സെഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ യൂട്യൂബിൽ, അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. അവിടെ തന്നെ LMS പോർട്ടലിൽ എല്ലാ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എളുപ്പത്തിൽ എക്സാം പാസ്സാകാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിച്ച് നല്ല രീതിക്ക് ഇതൊക്കെ ഓർത്ത് ഇത്ര മാർക്കാണ് കിട്ടേണ്ടത്, ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, കൂടുതൽ കാര്യങ്ങൾ എൻ്റെ മെയിലിൽ ചെക്ക് ചെയ്യണം, ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് മെയിലിൽ ചെക്ക് ചെയ്യണം, എല്ലാ ദിവസവും ഞാൻ ആ എക്സാം ഡേറ്റ് വരെയും അത് ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു സംഭവം മനസ്സിൽ വെക്കുക. ഇനി കൂടുതൽ ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം, ഞാനത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കാം. എന്നെ അതേപോലെ തന്നെ എക്സാം നല്ല രീതിക്ക് എഴുതുക. അപ്പോൾ എല്ലാവരും പറഞ്ഞതൊക്കെ കേട്ടില്ലേ, അതൊക്കെ ശ്രദ്ധിച്ച് ഓർത്ത് വെച്ച് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.